ഞാൻ നമ്മുടെ വെഞ്ഞാറമൂടുള്ള സ്റ്റുഡിയോയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ടൈം വന്നേക്കാളും നമ്മളെ സ്റ്റുഡിയോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിന് വാലിഡ് ആയിട്ടുള്ള 2 റീസൺ എന്റെ കയ്യിലുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം സ്റ്റുഡിയോയിൽ ട്രഡീഷണൽ വേഴ്സ് ആയിരുന്നു വെസ്റ്റേൺ വേഴ്സിന്റെ കാല് മുന്നിൽ നിന്നത്. ആൻഡ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഓണം എത്താറായില്ലേ, അതുകൊണ്ടായിരിക്കും. ആ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ ഓണത്തിനിടാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഔട്ട്ഫിറ്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവസാനം വരെ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ കണ്ടിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൈറ്റ് വേഴ്സിന് സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടിയിരുന്ന സാധനത്ത് ഇപ്പൊ അവർ സെറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് സെറ്റ് ആയിട്ട് ഒരു 600-700 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി നൈറ്റ് വേഴ്സ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ വാലിഡ് പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഈ ഒരു ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്തിടുന്ന ആ ഒരു സ്റ്റൈലേ അവർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ സൈഡ് വൈസ് ആക്കിയിട്ടുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ദ ഫ്രണ്ട് സൈഡ്. പക്ഷെ അതൊന്നും നമ്മൾ ഈ ഒരു ഡ്രസ്സ് എടുക്കുന്നതിന് തളർത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഫുൾ പവറിൽ ഇവിടുത്തെ ഡ്രസ്സ് എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാനിക്കിന് ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിട്ടോ. ഇതാണ് അതിന്റെ പാന്റും ടോപ്പും വരുന്നത്. കൂടുതലും എനിക്കൊരു ബീച്ചി വൈബിളുള്ള ഡ്രസ് കളക്ഷൻസ് ആയിട്ടാണ് ഇപ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറെ യെല്ലോസ് കാണാനായിട്ട് പറ്റിയ ഒരു ബട്ടർ യെല്ലോ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബട്ടർ യെല്ലോ കളർ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ കുറെ ഷ്രഗ്സ് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടുത്തെ ഷ്രഗിന്റെ കളക്ഷൻസ്. എസ്പെഷ്യലി ഞാൻ ഇപ്പൊ ഈ വെച്ചേക്കുന്ന ബ്ലാക്ക് വണ്ണും ഈ ഒരു ബ്ലൂ വണ്ണും ഭയങ്കര അടിപൊളിയായി. ഇതൊന്നും അല്ലാതെ തന്നെ കുറെ പാൻസ് ഉണ്ടായിരുന്നു. പാൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നല്ല പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള നല്ല ക്യൂട്ട് പാൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡിയോയിൽ ഇപ്പൊ പോകാത്തതായിട്ട് ആരും കാണത്തില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റുഡിയോന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് അണ്ടർ 1000 എന്നാണ്. എവറിത്തിങ് അണ്ടർ 1000 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എന്തെടുത്താലും 1000 രൂപയ്ക്ക് താഴെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇനി ഞാൻ ദേ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഓണം വെയേഴ്സ് ഒക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ ഫേവറേറ്റ് ഈ ഒരു റെഡ് കളറിന് സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്സ് ഉണ്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഈ ഒരു ബട്ടർ യെല്ലോ ആയാലും ഈ ഒരു നേരത്തെ കാണിച്ച പിങ്ക് ആയാലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഈ 499 കുറെ ടോപ്സ് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സൈഡിലായിട്ട് ഒരു റാണി പിങ്ക് കളറിൽ ഒരെണ്ണം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഞാൻ ഈ വീഡിയോയിൽ അത് സൂം ചെയ്ത് കാണിക്കാതെ ബാക്കി എല്ലാം സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു റാണി പിങ്ക് വൺ ഇറ്റ്സ് ടു ഗുഡ്. പിന്നെ ഞാൻ ഇപ്പൊ കൈ വെച്ചേക്കുന്ന ഈ ഒരു പിങ്ക് വണ്ണും ഭയങ്കര നല്ലതായിരുന്നു. ഇതേപോലെ തന്നെ വീണ്ടും ഒരു 499 സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്സ് ആയിരിക്കും കാണാനായിട്ട് പറ്റുക. ഇനി ഈ ടോപ്സ് എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്തിലായിരിക്കില്ല കേട്ടോ വരുന്നത്. കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയ ഒരു ക്യൂട്ട് ടോപ്പ് കാണിച്ചു കേട്ടോ. ഇത് കണ്ടില്ലേ, ഭയങ്കര റിച്ച് ആയിട്ട് വരുന്ന ഒരു വൈറ്റ് ആണ്. ആ ഒരു വൈറ്റ് കളറിൽ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയോ ഈ ഒരു ഡ്രസ്സ് കാണാനായിട്ട്. ആൻഡ് ഈ ഒരു ടോപ്പ് ഫസ്റ്റ് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഉണ്ടായ ഇംപ്രഷൻ എന്ന് പറയുന്നത് വാവ്, ഇത് ഓണത്തിനിടാൻ ടോപ്പ്. ആ ഒരു ഇംപ്രഷൻ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നൈസ് ആയിട്ടില്ലേ കാണാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ലേ, നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഞാൻ ഇട്ടേക്കുന്ന കുറച്ച് വലിയ സൈസ് ആണെങ്കിലും അത് ഓൾട്ടർ ചെയ്തൊക്കെ എടുക്കുമ്പോൾ എന്താ അടിപൊളിയായിരിക്കും എന്നറിയോ. എന്താണെന്നറിയില്ല, ചില ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷെ അത് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ആ എക്സൈറ്റ്മെന്റ് അതേപോലെ ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇപ്പം ഈ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളിട്ട കുറെ വീഡിയോസിനൊക്കെ നിങ്ങൾ ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുണ്ടായി. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ഇത്രയും വലിയ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനും നിങ്ങൾ ഇടുന്ന കമന്റിനും എല്ലാത്തിനും ഞാൻ ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. മതി ഇനി നമുക്ക് ടോപ്പിക്കിൽ നിന്ന് എഴുതി മാറാതെ ടോപ്പിക്കിലേക്ക് വരാം. ഈ ഒരു ടോപ്പ് കണ്ടില്ലേ, ഇതിന്റെ ബാക്ക് നിങ്ങൾ നോക്കിയേ, ഭയങ്കര അടിപൊളിയായിട്ടില്ലേ. എനിക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ഒക്കെ ഫ്രണ്ടിൽ വരുന്നേക്കാളും ബാക്കിൽ കുറച്ച് വെറൈറ്റീസ് ഒക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കഫ്താൻസും ഇതുപോലുള്ള കോട്ട് സെറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായി. ഈ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ പോലും എവിടെയെങ്കിലും പോയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന 2 വാക്കെന്ന് പറയുന്നത് ഒന്നുകിൽ ലുമോൾ അല്ലെങ്കിൽ സ്റ്റുഡിയോ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് ഇപ്പൊ കാണിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ല രസമില്ലേ. ഈ ലോങ് ഡ്രസ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും. കുറച്ച് വെറൈറ്റി പാൻസ് ഒക്കെ കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ ഒരു എണ്ണമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഈ ഒരു പാന്റിലെ ബോർഡറിലായിട്ട് ഇത് ഇങ്ങനെ കുറച്ച് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ടായി. ഈ അടുക്കിയിട്ടേക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ, ഇതെല്ലാം ടീഷർട്ട്സ് ആണ്. നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ബാഗി ടീഷർട്ട്സ് ഇടുന്നതിന്റെ ഒരു സുഖം അത് വേറെ തന്നെയല്ലേ. അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബാഗി ടീഷർട്ട്സിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് നേരം സംസാരിക്കാം. ഈ ബാഗി ടീഷർട്ട്സ് ഒക്കെ പെമ്പിള്ളേർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ഇഷ്ടം എന്ന് ബോയ്സ് ഒക്കെ ചോദിച്ചാൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആൻസർ ഇറ്റ് ഇസ് റിയലി കംഫർട്ടബിൾ. അതുകൊണ്ട് തന്നെയാണ് ബാഗി ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതിന്റെ സുഖം അതിന് നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും കിട്ടില്ല. അതെ, ഇതൊന്ന് നോക്കണേ. ഇത് നമ്മുടെ ഒരു കോട്ട് സെറ്റ് ആയിരുന്നു കേട്ടോ. ഇതിന്റെ ആ ഒരു സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം. ഈ നേവി ബ്ലൂ കളറിലെ ഒരുപാട് ഐറ്റംസ് എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ ബ്രൗൺ ഫാമിലിയിലുള്ള ഒന്നും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുറച്ച് ബ്രൗൺസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇട്ട് നോക്കിയിട്ട് വലിയ തരക്കേടൊന്നും തോന്നുന്നില്ല. ഇനി ഒരു 299 ഓവർ സൈസ്ഡ് ഫിറ്റ്സ് കാണിച്ചു തരട്ടെ. കുറെ അവർ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സ്റ്റുഡിയോയിൽ കയറി ചെല്ലുമ്പോൾ എൻട്രൻസിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഇനി ഒരു സത്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റുഡിയോയിൽ ഇപ്പൊ ഏതൊക്കെ ഡ്രസ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വിർച്വലി എന്റെ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാനായിട്ട് പറ്റും. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന സകല ഡ്രസ്സിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരെന്നെ ഓട്ടിച്ചില്ല എന്നേ ഉള്ളൂ. കാരണം 3 മണിക്കൂറായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതെന്തേലും ആവട്ടെ, എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ കണ്ട്
ബോറടിച്ച സ്ഥിതിക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റുഡിയോയിലുള്ള ഈ ഒരു സ്ട്രോപ്പ് ക്രീമിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഭയങ്കര വലിയ ഒരു ഷൈനും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാലും ചെറിയൊരു ഇടുന്നതിന്റെ പേരിലുള്ള ഒരു ഷൈനൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്, ചെറിയൊരു ഗ്ലോ, ഇട്ട സമയത്തുള്ള ഒരു ഗ്ലോ, അത്രേ ഉള്ളൂ. ഇവിടെ നിന്നില്ലേ, ഞാൻ ഇതുവരെ ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിയിട്ടില്ല, പക്ഷെ കുറെ റീൽസിൽ ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. പിന്നെ ദേ ഒരു നെയിൽ പോളിഷ് കയ്യിലിടുമ്പോൾ വേറൊരു കളറായി മാറും കേട്ടോ അത്. പിന്നെ ഈ കപ്പിൾസിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോക്കും കീയും ഒക്കെ വരുന്ന മാല വരെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനത്തെ ബാഗ്സ്, സോ എസ്തെറ്റിക്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബാഗ്സ് ആയിരുന്നു. അതിന്റെ ഇപ്പുറത്ത് നമ്മുടെ ഫുഡ് വെയർ കളക്ഷൻസ് ഉണ്ട്, അപ്പൊ അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ ഇവിടെ ഫുഡ് വെയർ വാങ്ങാനായിട്ട് വരുന്ന ദിവസങ്ങളിലൊന്നും ഇവിടെ ഒരു കളക്ഷൻസും കാണത്തില്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഈ ഒരു ഹീൽസിന്റെ ഒക്കെ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അതിലൊരു ഹീൽസ് ഉണ്ട്, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒരു ട്രാൻസ്പെറന്റ് വൺ. അതെ, ഇത് തന്നെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഹീൽസ് ഒക്കെയാണ്. പിന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ കുറച്ച് ഫ്ലാറ്റ്സും കുറച്ച് ഹീൽസും കുറച്ച് ഷൂസും ഒക്കെ ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ കളക്ഷൻ. അതിന് നേരത്തെ പറഞ്ഞ സെറ്റ് ആയിട്ട് കൊടുക്കുന്ന നൈറ്റ് വെയർ കളക്ഷൻസ് കാണിച്ചു തരാം. സാധാരണ ഈ ഒരു ഷർട്ടിനും പാൻസിനും സെപ്പറേറ്റ് നമ്മൾ പൈസ കൊടുക്കേണ്ടിയിരുന്നതാണ്, പക്ഷെ ഇപ്രാവശ്യം അവരത് സെറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തോ നമ്മുടെ സ്റ്റുഡിയോയിൽ ഈ ഒരു നൈറ്റ് വെയർ കളക്ഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും ഇവരിങ്ങനെ സെറ്റായിട്ടിടില്ല, വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ സെറ്റായിട്ടിടുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ കുറേ റെഡ് ആൻഡ് വൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായി. ആ റെഡ്സും വൈറ്റും ഒക്കെ എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്മസ് തീമൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കാണിക്കുന്ന പോലും കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. നെക്സ്റ്റ് വണ്ണും അതുപോലെ തന്നെയാണ്. ഇതും ഒരു ക്രിസ്മസ് തീമൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റ് വെയർ കളക്ഷൻസ് ഒരുപാടധികം ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറ്റുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റുഡിയോയിലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയിട്ടോ. അപ്പോൾ എനിക്ക് നല്ല വിശന്നിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായി. നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വെഞ്ഞാറമൂടുള്ള ചെമ്മീൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്, ബിക്കോസ് അവിടുത്തെ ഫുഡ് ഷെഫ്സ് കിസ്. എനിക്ക് പൊതുവേ യൂണിനെക്കാളും ബിരിയാണിയോടാണ് കുറച്ച് കൂടുതൽ കമ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ബിരിയാണി കഴിക്കുള്ളൂ. അങ്ങനെ ബിരിയാണിയുടെ ഒരു ഫസ്റ്റ് ബൈറ്റ് എടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, അടിപൊളിയാണ്. ഓൺ ദ അതർ സൈഡ് എൻ്റെ മമ്മി അവിടെ സംഭവ ബഹുലമായ സദ്യയൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ചെമ്മീനിലെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഇവിടുത്തെ സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഓക്കെ, ബൈ.